ഇപ്പൊ ഈ പോയോണ്ടിക്കണ വെള്ളപ്പൊക്കത്തിൽ കുടി കഴിഞ്ഞ് പോകണമെന്നല്ല. കല്യാണ തലേന്ന് കല്യാണ പേരെ പോയാല് രാവിലെ നീച്ച് കിടന്ന പായും കിടക്കിയൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോരുന്ന അവസ്ഥ. ഇങ്ങനെ അടുത്തടുത്ത് വീടായ ഇങ്ങനെ ഒരു സുഖമുണ്ട്. എന്നും അവനവന്റെ ബെഡിലും പൊത്തിലും തന്നെ കിടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോണതിനനുസരിച്ച് അവൻ കൊണ്ട് നടന്നാൽ മതി. അപ്പൊ നാട്ടെ നമ്മളെ കല്യാണം നമ്മളെ പുതിയ ഇപ്പോഴും മൈലാഞ്ചിട്ടുണ്ട്. അതിന്റെ ചായ കുടിച്ചോലും അപ്പുറത്തുണ്ട്. ഇത് മായാവിലെ കുട്ടൂസനം നല്ല എടുത്തത് ഞങ്ങളെ കുട്ടപ്പന. ഓൻ ടൗസർ ഇതാതെ വെക്കാനും വേണ്ടിയിട്ട് ഓന്റെ കാക്കാക്കന്റെ വലിയൊരു ബനിയനെ എടുത്തിട്ട് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കൽ ജോറായി നടന്നുകൊണ്ട് അതിന്റെ പെരും ലണ്ടം വിടലും. അതിന്റെ നമ്മളെ പുതിയ ചോറ് വാരി ഓളെ വലിയ കാത്തന്നെയാണ് വാരി എടുക്കുന്നത്. ഇതായ പിന്നെ ഇങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ അല്ലേ വാരി ഞാൻ കിട്ടുള്ളൂ. അതിനോട് മുതലാക്കണ്ടുള്ളൂ. മുന്നിൽ പന്തൽക്കടി ചെന്നപ്പോൾ പന്തലൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ട് ഇന്നലെ എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാതെയാവും പകുതിയാക്കിയിട്ടുള്ളൂ. ഇനി ബാക്കിയും കൂടി അത് സെറ്റായി. ഇനിയിപ്പോ രാത്രിയായാലും ഇതിന്റെ ലുക്ക് വരുള്ളൂ. നമ്മളെ പുതിയ മൈലാഞ്ചിടയിൽ ഉച്ചയായിട്ടും കഴിഞ്ഞില്ല കേട്ടോ. രാത്രിയാണ് നമ്മളെ കല്യാണം. ഇതപ്പത്തും കയ്യേക്കും. നമ്മളെ മരോ അതാ കല്യാണ ദിവസം രാവിലെ കൈക്കോട്ടുമായിട്ടാ. ഇത് കഴിഞ്ഞ ജന്മത്തിൽ അത് തൊരോനെ ഇനിയും തോന്നുന്നു. കാരണന്മാരോട് പണിയിപ്പിച്ച ചെക്കന്മാർ ഇതവിടെ കുത്തിർക്കുക. നമ്മള് വലിയ മാനാ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ അളപ്പാര് പണിയെടുക്കുക. നമ്മള് അലക്കാരനാണല്ലോ രണ്ടീസോ. അലക്കാരനാകുമ്പോ എന്താ വെച്ചാൽ ഇങ്ങനത്തെ പണികളൊക്കെ അലക്കാരൻ ഇട്ട് കൊടുക്കും. വേരോന് നാളെ ഉച്ചക്കാണ്. നാളെ ഉച്ചക്ക് വരുവാനാവും. പലകാരൻ അവർക്കല്ലേ കല്യാണത്തിന് പോണ പടല്ലോ. ചോറുമര മൊത്തം മൂപ്പരെ കണ്ടുള്ള പരിപാടി. ഇത് ഡെമ്മിയാണ് ഇന്ന് രാത്രിയൊക്കെയുള്ള പരിപാടിക്കുള്ള സെറ്റാക്കി വെച്ച് നോക്കുക. ഇവിടെ നിന്നല്ല ഏത് കല്യാണ പേരായാലും പോയാലും ചോറിന്റെ ചെമ്പ് മൂപ്പരാണ്. തിന്നാണല്ലോ കേട്ടോ എടുത്തെടുക്കാൻ. നിങ്ങളെന്താ ചേരിയൊക്കെ എടുത്തായിട്ട് അടുപ്പിട്ടുക? ഇത് അടുപ്പിട്ടാനല്ല, എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഈ ചകിരി എന്തിനാ വെക്കണെന്ന്. ഈ ചോറ് ചെമ്പ് ഉണ്ടാവല്ലോ, ചെമ്പക്കാനാ ചെമ്പ് വെക്കാനാ. ഈ ചെമ്പ് വെക്കണത് പൊന്തിക്കാൻ അരച്ചു എല്ലാവരും. അതിനല്ല, ഇത് നിലത്ത് വെച്ചാൽ ഈ ചോറ് വേഗം തണുക്കും. ചകിരി വെച്ചാൽ കുറച്ചായിട്ട് അപ്പൊ തണുക്കല് കുറയും. ഈ മണ്ണിൽ വെച്ചാൽ വേഗം തണുക്കുമല്ലോ. ബുദ്ധി ബുദ്ധി. ഓ പെരുമ്പുദ്ധിയല്ലേ. തീയുടെ കത്തിച്ചെടുത്താലേ അടിയുന്നു ചോറ് വേഗം കൂടും. നല്ല ബുദ്ധി കളിച്ചാലേ. നിങ്ങളൊക്കെ പഴയ 20 ടീമാ. നമ്മള് 19 നിങ്ങളെ 80 ആവട്ടാ. 18 മൂപ്പര് 80 ഒന്നല്ല 60 ഞാൻ പിന്നെ മുണ്ടാ. അതിന്റെ വല്ലാത്ത വിശപ്പ്. അപ്പൊ നമ്മള് കുറച്ച് ചോറാണ്. വിശന്നാ പിന്നെ ഫുഡ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇയാൾ എന്റെ വാപ്പ അമർത്തിച്ച മണ്ണ് ഫുള്ള് കളിച്ചിട്ടുണ്ട്. എന്താ ഉദ്ദേശം? അപ്പൊ ഇതിന് മക്കൾ ഇതാ തീവണ്ടി വരുന്നുണ്ട് കാരണം വിളിച്ചിട്ടുണ്ടോന്നോ. നോക്കിയപ്പോ തീവണ്ടി അല്ല ജനറേറ്റർ ആണ്. പിന്നെ വാപ്പന്റെ ബുദ്ധിയല്ലേ മക്കൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ കല്യാണത്തിന്റെ വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പൊ ഓക്കെ ബൈ.